അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ചായി വീഡിയോസൊക്കെ ചെയ്തിട്ട് ഒരു ട്രിപ്പിലേനു, പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ജലദോഷം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. വേറെ ലാഗൊന്നും വേണ്ട. 2-3 ദിവസമായിട്ട് നമ്മുടെ കൃഷ്ണകുമാർ, അദ്ദേഹത്തെ എല്ലാവരും അറിയായിരിക്കും, സിനിമാ നടനാണ് ഫസ്റ്റ് ഓഫ് ഓൾ. അത് കഴിഞ്ഞ് നമ്മളെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ്. പുള്ളിയുടെ ഫാമിലിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹോൾ ഫാമിലി യൂട്യൂബേഴ്സാണ്, സെലിബ്രിറ്റീസാണ്. എല്ലാവരും അറിയാം. പുള്ളിയുടെ ഒരു യൂട്യൂബ് ചാനലിൽ പുള്ളി ഒരു ഫംഗ്ഷന് പോയതിൻ്റെ ഇടയിൽ പഴങ്കഞ്ഞിയെക്കുറിച്ച് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാണ് ഇപ്പോൾ എല്ലാവരും അനുകൂലിച്ചും കുറേ പേര് വരുന്നുണ്ട്, പ്രതികൂലിച്ചും കുറേ പേര് വരുന്നുണ്ട്. അത് വരാനുണ്ടായ കാരണം എല്ലാവർക്കും അറിയാം. റിയാസ് സലീം അതിൻ്റെ ഒരു സ്റ്റോറി ബൈറ്റ് എടുത്തിട്ട്, ആ വീഡിയോ ബൈറ്റിൻ്റെ ഒരു പീസ്, ഈ പഴങ്കഞ്ഞീനെ കുറിച്ച് പുള്ളി പറയുന്ന നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഓർമ്മയുടെ ഒരു ബൈറ്റ് എടുത്തിട്ട് റിയാസ് സലീം ഇട്ട സ്റ്റോറിയാണ് പിന്നീടുണ്ടായിരുന്ന കോൺട്രവേഴ്സിയും ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ ചർച്ചകളിലും മീഡിയാസിൽ വരെ വന്നിട്ടുണ്ട്. ന്യൂസിൽ ഇന്നലെ ഒരു കൗണ്ടർ പോയിൻ്റ് എന്നെങ്ങാനും പറഞ്ഞിട്ട് ഒരു ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു അതിനെ കുറിച്ചിട്ട്. അത് ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. ഞാൻ അതിനെ അനുകൂലിക്കുന്നുണ്ടോ പ്രതികൂലിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പക്ഷേ ഇത് അനുകൂലിക്കുന്നവരൊരിക്കലും ഇത് അനുകൂലിക്കാൻ പാടില്ല. ഇതിനിങ്ങനെയാണ് അങ്ങനെയാണ് തർക്കിക്കാനൊന്നുമില്ല. എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ എനിക്ക് തോന്നിയത്, എനിക്ക് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല, എനിക്കിതാണ് തോന്നിയത്, അതാണ് ഞാൻ പറയുന്നത്. എനിക്ക് ആ വീഡിയോ ആദ്യം കണ്ട സമയത്ത് ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്നവരൊക്കെ പുള്ളി പറഞ്ഞ ബൈറ്റ് എടുത്തിട്ട് ഇത് ഇത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോഴും പുള്ളി പറയുന്ന പോയിൻ്റ് ഇതാണ്: പുള്ളിക്ക് പഴങ്കഞ്ഞി എന്ന് പറയുന്ന ഓർമ്മ പുള്ളിയുടെ പറമ്പിൽ പണിയെടുക്കാൻ വരുന്ന ആൾക്കാർക്ക് കുഴി കുത്തിയെടുത്തിട്ട് അവിടെ ഇലയിൽ നല്ല പഴങ്കഞ്ഞി വെച്ച് കൊടുത്തിട്ട് അവരത് ആർത്തിയോടെ കഴിക്കുമ്പോൾ കിട്ടുന്നൊരു കൊതിയെക്കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ പുള്ളി അത് പറയുമ്പോൾ എനിക്ക് സ്ട്രൈക്കായ ഒരു വേർഡും കൂടിയാണ് കുഴി കുത്തി ജോലിക്കാർക്ക് കൊടുക്കുന്ന ആ പോർഷൻ. അതാർക്കേലും കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനത് കേൾപ്പിച്ചു തരാം. ഇതൊന്ന് ഓണാക്കി. ഇതാണ് നമ്മുടെ റിയാസ് സലീം വെച്ച പോർഷൻ. പണ്ട് ഞാനൊക്കെ ഇവിടെ എറണാകുളം തൃപ്പൂണിത്തുറ ഇവിടെ അച്ഛൻ ഫാക്ടറിയിൽ വർക്ക് ചെയ്തതുകൊണ്ട് ഞങ്ങളവിടെ ജീവിക്കുന്ന കാലത്ത് പറമ്പൊക്കെ വൃത്തിയാക്കാനായിട്ട് ആൾക്കാർ വരും. വലിയ പണിയാണല്ലോ പറമ്പ് വൃത്തിയാക്കുന്നത്. പക്ഷെ അവർ രാവിലെ വരുമ്പോൾ ഒരു കട്ടൻ ചായ എന്തെങ്കിലും കുടിച്ചിട്ടായിരിക്കും. ഒരു 11 മണിയാവുമ്പോഴത്തേക്ക് ഇവർക്ക് പഴഞ്ചോറ് മതി. അന്ന് അമ്മ കുറച്ച് പഴഞ്ചോറ് എടുത്ത് വെച്ചേക്കും, കുറച്ച് കറികളൊക്കെ വെച്ചേക്കും. അന്ന് എങ്ങനെയാ വെച്ചാൽ ഈ പണി ചെയ്ത പറമ്പിൽ തന്നെ ചെറിയൊരു കുഴിയെടുക്കും. ഇത്ര ഒരു 1.5 അടി താഴ്ചയിൽ ഒരു കുഴിയെടുത്തിട്ട് അതിൽ വട്ടയില അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേമ്പിൻ്റെ ഇലയോ എന്തെങ്കിലും എടുത്തിടും. ഇതിലോട്ട് ഈ പഴഞ്ചോറും എല്ലാ കറികളും ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇവരങ്ങോട്ട് കൈവച്ച് ഉടയ്ക്കും. ഉടച്ചതിന് പക്ഷെ കൈവച്ചല്ല കഴിക്കുന്നത്, ശ്രദ്ധിച്ചു കാണും. ഈ പ്ലാവല എടുത്തൊന്ന് ചുരുട്ടിയിട്ട് അതിലൊരു ഈർക്കിൽ കുത്തിയിട്ട് അത് വെച്ച് കഴിക്കും. സത്യം നമ്മൾ പറഞ്ഞ് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരാ ജോലിയെടുത്ത് വേർത്ത് ഇതെല്ലാം കഴിഞ്ഞ് മുഖമൊക്കെ കൊണ്ട് കഴുകിയിട്ട് കൊണ്ടുവന്ന വിശപ്പോടെ കഴിക്കുന്ന കണ്ടോണ്ടിരുന്നിട്ട് നമ്മൾ വീട്ടിൽ എല്ലാ ഭക്ഷണം ഉണ്ടെങ്കിലും അവര് കഴിക്കുന്ന കാണുമ്പോൾ ഒരു കൊതി വരും. അന്ന് കേട്ടല്ലോ, ഇതാണ് പുള്ളി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്. ഫസ്റ്റ് കേൾക്കുമ്പോൾ എല്ലാവരും ഇതെന്താ പുള്ളി പുള്ളി കഴിച്ചതല്ല, പുള്ളിക്ക് പഴങ്കഞ്ഞി എന്ന് പറഞ്ഞ ഓർമ്മ പുള്ളിയുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന ആൾക്കാർ കുഴി കുത്തിയെടുത്തിട്ട് അതിൽ അവർക്ക് കൊടുത്ത് അവരത് ആർത്തിയോടെ വിശപ്പ് സഹിക്കുക വയ്യാതെ അവരത് ആർത്തിയോടെ കഴിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പുള്ളിക്ക് പഴങ്കഞ്ഞിയെ കുറിച്ചുള്ള മധുരമായ ഓർമ്മ. ഞാൻ പറയുകയാണെങ്കിൽ ഇതിന് എന്താ പ്രശ്നമല്ലേ? അത് ശരി, എന്താ പ്രശ്നം? ഒരു കുഴപ്പമില്ല. പുള്ളി പഴയ ഓർമ്മയല്ലേ പങ്കുവെച്ചത്. അന്നത്തെ കാലത്ത് ഒരുപാട് പേരെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണെന്ന്. പക്ഷേ പുള്ളി ജനിച്ച് വളർന്ന് പുള്ളിക്ക് ഇപ്പോൾ 55 വയസ്സ്. പുള്ളി ഓർമ്മ പങ്കുവെക്കുന്ന ഒരു 10, 12, 15 വയസ്സിൻ്റെ ഇടയിലാണെങ്കിൽ അന്നിത് സ്വാഭാവികമായിട്ടുള്ളതല്ല. ഈ ജാതീയത ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇന്ന് നിലനിൽക്കുന്നില്ല എന്നാരും പറയരുത്. അതും എന്താ പറയുക, സ്വന്തമായിട്ട് ടി വി പരസ്യങ്ങളിലെ മാട്രിമോണി സൈറ്റുകൾ പോലും കാണാത്ത ആളുകളായിരിക്കും. ഓരോ ജാതിക്കും ഓരോ മതത്തിനും മാട്രിമോണി സൈറ്റുകൾ ഇവിടെ ഉണ്ട്. അതല്ലാതെ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോയാലോ അല്ലെങ്കിൽ നമ്മളൊന്ന് കണ്ണു തുറന്ന് ചുറ്റും ഉള്ള കാര്യങ്ങൾ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും ഇപ്പോഴും ഇവിടെ ജാതീയതയൊക്കെ ഉണ്ട്. ആ ജാതീയതയെ അന്ന് റെപ്രസെൻ്റ് ചെയ്തിരുന്ന ഒരാൾ അയാളുടെ മധുരമായ ഓർമ്മയായിട്ട് അയാൾ പങ്കുവെക്കുമ്പം അയാൾക്ക് അത് അവോയ്ഡ് ചെയ്യായിരുന്നു. അയാൾ കുടിച്ച പഴങ്കഞ്ഞിയുടെ ഓർമ്മ അയാൾക്ക് പറയായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ജോലിക്കാർ വരുന്നു, അവർക്ക് ഞങ്ങൾ വീട്ടിൽ
പഴങ്കഞ്ഞി കൊടുത്തപ്പോൾ അവർ ഇതൊക്കെ ഉടച്ച് കുടിച്ച രസം അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് കൊതി വരും എന്നൊക്കെ പറഞ്ഞാൽ അതിലൊരു ഭംഗിയുണ്ട് കേൾക്കാൻ. പക്ഷേ പുള്ളിയുടെ പഴങ്കഞ്ഞിയുടെ മധുരമായ ഓർമ്മയിൽ പുള്ളിയുടെ വീട്ടിലെ ജോലിക്കാർക്ക് കുഴി കുത്തി അതിൽ വട്ടയിലയിൽ പഴങ്കഞ്ഞി കൊടുത്തതും കൂടിയുണ്ട്. അത് അന്ന് എനിക്ക് മനസ്സിലായില്ല. അന്ന് എനിക്ക് 10 12 വയസ്സേ ഉള്ളൂ. ഇന്ന് അത് ആലോചിക്കുമ്പം അന്ന് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അവർക്ക് വീടിൻ്റെ തിണ്ണയിലോ അല്ലെങ്കിൽ അവർക്കൊരു പ്ലേറ്റിലോ ഭക്ഷണം കൊടുക്കായിരുന്നു എന്നെനിക്ക് ഇപ്പോൾ തിരിച്ചറിവുണ്ട് എന്ന് ആ മധുരമായ ഓർമ്മേൻ്റെ കൂടെ പുള്ളി ചേർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ഭംഗിയായിരുന്നു. ഇത്ര ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ. ഇത് വലിയ ആഗോളമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പുള്ളിയുടെ ചിന്തയിൽ ഇന്നും ജാതീയത ഒരു മധുരമായ ഓർമ്മയാണ്. പുള്ളി അത് 2023 അവസാനവും പുള്ളിയുടെ വീഡിയോയിൽ മധുരമായ ഓർമ്മയിൽ പഴങ്കഞ്ഞിയുടെ ഓർമ്മയിൽ കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ നല്ല നൈസായിട്ട് ഈ ജാതീയത കൂടി ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. അത് ഒരു പഴയ വൈന് പുതിയ പാത്രത്തിലാക്കുന്ന പോലെ ഇങ്ങനെ പ്ലേസ് ചെയ്തു ഒരു യൂട്യൂബ് ചാനലിലെ പുള്ളിയുടെ നല്ല ഓർമ്മകളുടെ ഇടയിലെ ജാതീയത നൈസായിട്ട് പ്ലേസ് ചെയ്ത് പുതിയ ഓഡിയൻസിന് അങ്ങ് കൊടുക്കുന്ന രീതിയാണത്. പുള്ളി ഇന്നത് അവോയ്ഡ് ചെയ്യായിരുന്നു. അല്ലെങ്കിൽ അന്നത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായില്ല, ഇന്നത് തെറ്റായിരുന്നു എന്ന് പുള്ളിക്ക് പറയായിരുന്നു. അത് വന്നില്ല. പുള്ളിക്കിന്നും അത് നല്ലൊരു ഓർമ്മയാണ്. 2023 അന്ന് പഴങ്കഞ്ഞിയോടൊപ്പം പുള്ളിയുടെ ഓർമ്മ എന്ന് വെച്ചാൽ കുഴി കുത്തി അതിലിലയിട്ട് ജോലിക്കാർക്ക് കൊടുത്ത പഴങ്കഞ്ഞിയാണ് പുള്ളിയുടെ നല്ലതായ ഓർമ്മ. അത് മാത്രമാണ് പ്രശ്നം. ഇതൊരു വലിയ ചർച്ചയ്ക്ക് വേണ്ടി ഞാൻ പറയുന്നത് പോലെ റിയാസ് സലീമിനെ ന്യായീകരിക്കാൻ വേണ്ടിയില്ല. കാരണം റിയാസ് സലീം പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയല്ല. ഞാൻ അതിലേക്കാണ് പോകുന്നത്. അടുത്തതായിട്ട് വരുന്നത് റിയാസ് സലീം, ഹൻസിക, അതായത് അറിയാലോ ഇവരുടെ എല്ലാവരുടെയും കൃഷ്ണകുമാറിൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ഹൻസിക എന്ന് പറഞ്ഞൊരു ഇളയ കുട്ടി അവരുടെ ഫസ്റ്റ് ആ വ്ളോഗ് ഞാൻ മുഴുവനും കണ്ടതാണ്. ഫസ്റ്റ് ഡേ കോളേജിൽ പോകുമ്പം ഇട്ടൊരു വ്ളോഗാണത്. അത് ഇപ്പോഴൊന്നും ഇട്ടല്ല, കുറേ മുമ്പ് ഞാൻ ഇട്ട സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പോർഷൻ ഇട്ടിട്ട് പുള്ളി ഒരു സ്റ്റോറി ഇട്ടിട്ട് പിന്നീട് അത് റിമൂവ് ചെയ്യേണ്ടി വന്നു റിയാസ് സലീമിന്. അത് ഭയങ്കര കഷ്ടം തോന്നി എനിക്ക് പുള്ളിയുടെ അവസ്ഥയിൽ. അത് റിയാസ് സലീം ഇത്രയും തരംതാണ് പോയോ, അല്ലെങ്കിൽ ഇങ്ങനെ സ്വയം മറ്റുള്ളവർ ചിന്തിക്കുന്നില്ല, സ്വയം അങ്ങനെയാണോ ചിന്തിക്കുന്നതെന്ന് ചിന്തിച്ചു പോയി. ഞാൻ ചിന്തിച്ചു പോയി. അത് ഞാൻ വെക്കാം പോർഷൻ കേട്ടല്ലോ. ഇതിൽ ഗുണ്ടയെ പോലെ ഇരിക്കുന്നു എന്നാണ് അടുത്തിരിക്കുന്ന കുട്ടി പറയുന്നത്. പക്ഷേ റിയാസ് സലീം കേട്ടപ്പോൾ കുണ്ടനെ പോലെ ഇരിക്കുന്നു. ഇനി അത് പറയാലോ. പുള്ളി ഒരു കമ്മ്യൂണിറ്റിനെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി കൃഷ്ണകുമാറിനോടുള്ള ദേഷ്യം ഈ ഹോൾ ഫാമിലിയോട് തീർത്ത പോലെ എനിക്ക് തോന്നി. പിന്നെ പുള്ളി അതെങ്ങനെയാണ് കേൾക്കുന്നതെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, റിയാസ് സലീം നിങ്ങളെ ചെവിക്കാണോ പ്രശ്നം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലാണോ പ്രശ്നം? ആരെങ്കിലും ഗുണ്ടാന്നൊക്കെ പറയുമ്പോൾ അത് കുണ്ടെന്ന് കേൾക്കണേൽ മറ്റുള്ളവർ അങ്ങനെ ചിന്തിച്ച് നടക്കുന്നില്ല. നിങ്ങൾ സ്വയം അങ്ങനെയാണ് ചിന്തിച്ച് നടക്കുന്നത്. ആരെങ്കിലും എന്നെ അങ്ങനെ പറയുന്നുണ്ടോ, ആരെങ്കിലും എന്നെ അങ്ങനെ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താ പ്രശ്നം? അത് തന്നെയാണോ മൈൻഡിൽ? അത് തന്നെ മൈൻഡിൽ വെച്ച് നടക്കുന്നതുകൊണ്ടുള്ള പ്രശ്നമാണോ? നിങ്ങളൊന്നും അങ്ങനെ ഇതൊന്നും എടുത്ത് കാണിച്ച് സ്വയം വിലയില്ലാതാവരുത്. നിങ്ങൾ ബിഗ് ബോസിൽ വളരെ നല്ലൊരു അണ്ടർസ്റ്റാൻഡാണ്. പക്ഷേ അവിടെയും നിങ്ങൾ ഈ കമ്മ്യൂണിറ്റീനെ റെപ്രസെൻ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങളിതിങ്ങനെ ഷോ ചെയ്യല്ലേ. ഇപ്പം എന്തായി, നിങ്ങൾ തന്നെ ഇട്ടൊരു സ്റ്റോറി നിങ്ങൾ തന്നെ നാണം കെട്ട് റിമൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. നിങ്ങൾ പറഞ്ഞ മറ്റേ കൃഷ്ണകുമാറിൻ്റെ വിഷയത്തിൽ നിങ്ങൾ പറയുന്ന അത്രത്തോളം ഒന്നും എടുത്ത് ഒരാളെ ഹറാസ് ചെയ്യുന്ന രീതിയിൽ പറയുന്നില്ലെങ്കിലും പുള്ളി അത് ഒഴിവാക്കായിരുന്നു എന്ന് ഞാൻ പറയുന്നുണ്ട്. അതായത് പുള്ളിയുടെ മധുരമായ ഓർമ്മ പങ്കുവെക്കുമ്പോൾ പുള്ളി കുടിച്ചതോ പഴങ്കഞ്ഞിയെക്കുറിച്ച് പുള്ളിയുടെ വീട്ടിൽ വെച്ചതോ ആയ ഓർമ്മകൾ പങ്കുവെക്കുക. അല്ലെങ്കിൽ ആ ഓർമ്മകൾ ജോലിക്കാർ കുടിച്ച ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ പോലും അവർക്ക് കുഴി കുത്തി വട്ടയിലയിൽ കൊടുത്തതെന്നുള്ള ഓർമ്മ മധുരമായി പങ്കുവെക്കരുതായിരുന്നു. അതിപ്പോഴും അതിനെ മധുരമായ ഒരു ഓർമ്മയായിട്ട് റെപ്രസെൻ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ചീപ്പാണ്.
കാരണം ഇത് പറയും അത് അന്നല്ലേ, ഇന്ന് കേരളത്തിൽ ജാതീയത ഇല്ല എന്നൊന്നും ആരും പറയല്ലേ. ഇന്നും കേരളത്തിൽ ജാതീയത ഉണ്ട്. അത് നമ്മുടെ അവസ്ഥയാണത്. അത് ഒരിക്കലും മാറ്റാൻ പറ്റില്ല എന്നുള്ളത് നമ്മുടെ അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഇന്നും ഇത് നല്ല ഓർമ്മയായിട്ട് റെപ്രസെൻറ്റ് ചെയ്യരുത്, പ്ലീസ് സോഷ്യൽ മീഡിയയിൽ റെപ്രസെൻറ്റ് ചെയ്യരുത്, അത് തെറ്റാണെന്ന് ആളുകൾ എടുത്തു കാണിക്കുന്നത്. ഇത് മൈനോറിറ്റി ആളുകൾ ഇതിപ്പോഴും ഇതിനെ സപ്പോർട്ട് ചെയ്തോ അല്ലെങ്കിൽ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്തോ എടുത്തെടുത്ത് കാണിച്ചിട്ട് ഇതിനെ തുടച്ചു നീക്കാൻ ഒരു കാലത്ത് സമ്മതിക്കാത്തൊരവസ്ഥയായിരിക്കും. ഇതിപ്പോഴും ഉണ്ട്, ജാതീയത ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഉള്ളവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും റെപ്രസെൻറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, എന്തായാലും രണ്ടാമതിട്ട് ആ വീഡിയോനോട് ഞാൻ യോജിക്കുന്നില്ല. അത് സ്വയം വിലയിരുത്തുക, നിങ്ങൾ ഇങ്ങനത്തെ ചിന്ത കൊണ്ടാണോ നടക്കുന്നത് എന്നുള്ളത്. റിയാസ് സലീം സ്വയം വിലയിരുത്തുക, അത്രേ എനിക്ക് പറയാനുള്ളൂ.